ഈശ്വരവിശ്വാസികൾ പറയുന്നത് സ്രഷ്ടാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഇതേ കാര്യം തന്നെയാണ് യുക്തിവാദികളും പറയുന്നത്. പക്ഷെ അവർ പറയുന്നതിൽ സ്രഷ്ടാവിനെ നമുക്ക് സമയമായിട്ട് കാണേണ്ടി വരും, ടൈം. സൃഷ്ടിയെ നമുക്ക് സ്പേസ് ആയിട്ട് കാണേണ്ടി വരും. അതേപോലെ തന്നെ സൃഷ്ടി, അതായത് പ്രപഞ്ചത്തെ നമുക്ക് മാറ്ററായിട്ടും കണക്കാക്കേണ്ടി വരും. സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്. അതേപോലെ തന്നെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും പറഞ്ഞത് ഏകദേശം സെയിം ആണ്, പല പേരുകളിലാണെങ്കിൽ പോലും. യുക്തിവാദികളുടെയും ദൈവവിശ്വാസികളുടെയും തർക്കങ്ങളും ആ തർക്കങ്ങളുടെ അവസാനത്തിൽ വരുന്ന ചോദ്യവും ഏകദേശം ഇതേപോലെ ഒരേ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളാണ്. ഒരു ദൈവവിശ്വാസി ഒരു യുക്തിവാദിയോടാണ് ചോദിക്കുന്നത്, അതായത് ബിഗ് ബാങ് തിയറിയെക്കുറിച്ച് ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ബിഗ് ബാങ് സംഭവിക്കുന്നതിന് മുമ്പേ എന്തായിരുന്നു എന്നുള്ള ചോദ്യം. ഇതേപോലത്തെ ഒരു കോമഡി ചോദ്യമാണ് ഒരു യുക്തിവാദി ദൈവവിശ്വാസിയോടും ചോദിക്കുക. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ഒരു സൃഷ്ടാവാണെങ്കിൽ ആ സൃഷ്ടാവിനെ സൃഷ്ടിച്ചത് ആരാണ്? ഇത് രണ്ടും മണ്ടൻ ചോദ്യങ്ങളാണ്. അതായത് 5:30 നമ്മുടെ ആദ്യത്തെ ബസ്, അപ്പോൾ അതിന് മുമ്പത്തെ ബസ് ഏതാണെന്ന് ചോദിച്ച പോലെ. കാരണം ഇത് രണ്ടും വിഡ്ഢി ചോദ്യങ്ങളാണ്. നമ്മളിപ്പോൾ പറയുന്നത് പോലെ ഒരു ശൂന്യമായിട്ടുള്ള അവസ്ഥയിൽ നിന്നുമാണ് ബിഗ് ബാങ് സംഭവിച്ചത് എങ്കിൽ അതിന് മുമ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് സമയമാണ്. അതായത് ആ ബിഗ് ബാങ്ങിൽ നിന്നും ഉണ്ടായതാണ് ടൈം പോലും. സോ ടൈമിന് മുമ്പേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, അത് ശൂന്യമാണ്. അങ്ങനത്തെ ഒരു ചോദ്യത്തിന് അതിനവിടെ പ്രസക്തിയില്ല.